ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പഴംപൊരിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരി റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാനായി ഞാനിവിടെ 1/2 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഓരോ പഴവും 3 സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഴംപൊരി മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി നമ്മൾക്ക് ചേർക്കാം. ഇങ്ങനെ അരിപ്പൊടി ചേർക്കുമ്പോൾ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർക്കാം. കുറച്ചൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച പൊടി കുറച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് നമ്മൾക്കൊരു തിക്ക് ബാറ്റർ തയ്യാറാക്കണം. ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ബാറ്റർ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ പഴം മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്ത് വെക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഇപ്പോൾ കോൺഫ്ലേക്സ് എല്ലാം ഓട്സിന്റെ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഓരോ നേന്ത്രപ്പഴ കഷ്ണങ്ങളിട്ട് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും മാവ് പറ്റുന്ന രീതിയിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഈ മാവിൽ മുക്കിയ പഴം ഓരോന്നും നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കണം. പഴത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലേക്സ് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും കോൺഫ്ലേക്സ് ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഇവിടെ എല്ലാ പഴങ്ങളും ബാറ്ററിൽ മുക്കി കോൺഫ്ലേക്സിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് പഴക്കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിരിക്കണം. അല്ലെങ്കിൽ പുറംഭാഗം വേഗം കരിയും, അകം പെട്ടെന്ന് വേവുകയില്ല. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലും അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പഴംപൊരി എല്ലാം ഇവിടെ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പഴവും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിന്റെ ചൂട് ഒരിക്കലും ഹൈ ആവാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വ്യത്യസ്തമായിട്ടുള്ള പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്നതായിരിക്കും.